അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ടത്രേ, അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ടത്രേ, അള്ളാന്റെ പള്ളികൾക്ക് ശത്രുക്കളുണ്ട് നമുക്കറിയാം, അള്ളാന്റെ ദീനിന് ശത്രുക്കളുണ്ട് നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുക്കൾ ആരെന്നറിയോ? സഹാബത്ത് ചോദിച്ചു, അവരാരാ നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അവര് അസൂയക്കാരാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്കിപ്പോ അല്ലാഹു തആല ഒരു സൗഭാഗ്യം തന്നിരിക്കട്ടെ, ആ സൗഭാഗ്യം എനിക്ക് തന്നത് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ അസൂയ വെക്കുകയാണ്. പടച്ചവനെ, അതൊന്നും നശിച്ചിരുന്നെങ്കിൽ. എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്നു, പടച്ചവരെ ഒരു ഭൂകുലുക്കം വന്നെങ്കിലും അത് നശിച്ചെങ്കിൽ, പടച്ചവരെ ഒരു ഭൂചലനം വന്നിട്ടെങ്കിലും അത് നശിച്ചു പോയെങ്കിലല്ല. കാരണം എന്താണ്? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് അസൂയയാണ്. ആ അസൂയ നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുവെച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ല എനിക്ക് തന്ന നിഅമത്തുകളുടെ ശത്രുവാണത്. പാടില്ല, പാടില്ല മുസ്ലിമേ. നമ്മൾ ആരോടും അസൂയ വെക്കണ്ട. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ തണലിൽ ഒരാളെ കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുകയാ. ആ മനുഷ്യന് വല്ലാത്ത അടുപ്പം ചെന്ന മനുഷ്യനാ, അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പക്കാരനായ മനുഷ്യനാ. കാരണം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകന് മൂസാ നബി ചോദിച്ചല്ലോ, ഈ മനുഷ്യനാരാ? ഇത്രയും വലിയ അടുപ്പക്കാരൻ നിനക്കുണ്ടെങ്കിൽ അവന് ആരാണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹ് പറയുന്നു, ഓ മൂസാ നബിയേ, അയാൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? അതല്ലേ വേണ്ടത്. ആരായ നിങ്ങൾക്കെന്താ? അയാൾക്ക് ഈ അടുപ്പം കിട്ടാൻ കാരണം എന്തെന്നല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത്. അവരാരോ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിയെന്ന് നിങ്ങൾ അറിയുക. മൂസാ നബി ചോദിക്കുന്നു, അല്ലാ, അയാളെ എങ്ങനെയാ നീ ഇത്ര അടുപ്പക്കാരനാക്കിയതല്ല? ഇത്രയും അടുപ്പ് ശ്രദ്ധിക്കാൻ അയാളെ ചെയ്ത പ്രവൃത്തി എന്താ? മഹാനായ മൂസാ നബിയോട് അല്ലാഹ് പറയുകയാ, മൂന്ന് ഗുണങ്ങളായിരുന്നു ആ മനുഷ്യനുള്ളത്. മാതാപിതാക്കളെ ഇന്നേ വരെ ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണത്. ഇന്നേ വരെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലെ പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളുടെ നേരെ കണ്ണൊന്നുരുട്ടിയിട്ടില്ല. മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേതാണ് ഏശനി പറഞ്ഞ് നടന്നിട്ടില്ല. ഇന്ന് ഏശനി എല്ലാവർക്കും വല്ലാത്തൊരു സുഖമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന ഞാൻ വന്ന് നിങ്ങളോട് മറ്റൊരാളെ പറ്റി അവരറിയാത്തത് പറഞ്ഞു തരുക, എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ പറ്റി നിങ്ങൾ അറിയാത്തത് പറഞ്ഞു കൊടുക്കുക. ഇന്ന് ആളുകൾക്ക് വല്ലാത്ത ഹരമാണത്. അതിൽ പ്രഭാഷകനാണെന്നോ, അതല്ലെങ്കിൽ സയ്യിദാണെന്നോ, അല്ലെങ്കിൽ ഖാദിയാണെന്നോ, അല്ലെങ്കിൽ ആലിമാണെന്നോ, അല്ലെങ്കിൽ തങ്ങളാണെന്നോ, അല്ലെങ്കിൽ ഹാജിയാണെന്നോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇമാമാണെന്നോ, അതൊന്നും പരിഗണനയില്ല. ആരെ പറ്റി വേണോ നമ്മൾ നമീമത്ത് ഏശന് പറയാൻ നമ്മൾ മിടുക്കന്മാരാ. ആരെ പറ്റി വേണമെങ്കിൽ നമ്മൾ പറയാൻ നല്ല തിടുക്കത്തിലാ നമ്മളുള്ളത്. എന്നാലും പഠിച്ചോ, ഈ അർശിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അയാൾ ഏശന് പറയാത്തവനാ. നമ്മുടെ വിഷയം അതുമല്ല. മൂന്നാമതായിട്ട് അല്ലാഹു മൂസാ നബിയോട് പറയുകയാ, ലാ യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ വെക്കൂല. അല്ലാഹു പറയുന്ന ഒരു നിഅമത്തുകൾക്കും അവൻ അസൂയ വെക്കൂല. ആർക്ക് എന്ത് കിട്ടിയാലും പറയും അൽഹംദുലില്ലാ, അവനത് കിട്ടിയല്ലോ, സന്തോഷം. നമ്മൾ എന്തിനാ അസൂയ വെക്കുന്നത്? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഒരാൾക്കുള്ള നിഅമത്ത് കൊടുക്കുന്നത് കാണുമ്പോ, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്, എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ, അല്ലാഹുവേ എന്നെക്കാൾ സാമർഥ്യനാണല്ലോ
സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം നീ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും. ഞാൻ താഴോട്ട് തളർന്നു പോകുന്നതിന് സംശയമില്ല. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ. തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ സ്വതക്കയും എന്റെ തഹജ്ജുദും എന്റെ ളുഹായും എന്റെ ജീവിതത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഈ അസൂയ എന്ന് പറയുന്ന സംഗതി നശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ അല്ലാഹു ആർക്ക് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ വെക്കല്ലേ, അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതെന്താണ്? അൽ ഹാസിദു അദുവുൽ നിഅമതി. എന്റെ നിഅമത്തിന്റെ ശത്രുവാണ് അസൂയ വെക്കുന്നവന്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. ഇതാരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, നാളെ നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, അവനാണ് പറഞ്ഞത് അൽ ഹാസിദു അദുവുൽ നിഅമതി. അസൂയ വെക്കുന്നവൻ എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. മുതസഖിതുൽ എന്റെ വിധിയിൽ ദേഷ്യമുള്ളവനാണ്. എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവെന്ന് വേറൊരാൾക്കും കൊടുത്ത്, ഇച്ചിരി കഴിവ് കൂടുതൽ അയാൾക്ക് കൊടുത്ത്, അപ്പൊ ഞാൻ ചിന്തിക്കാൻ, പടച്ചോനെ ഇതൊരു പ്രസംഗമാണ്, ഒരു ചെറിയ കുച്ചെങ്കിലും കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഖിസ്മത്തിലെ ഓഹരി, അള്ളാഹു ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയായില്ലെന്നല്ലേ അർത്ഥം. അപ്പൊ അള്ളാഹു തആല വെറുതെ വിടുവോ? അല്ല വെറുതെ വിടോ? അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ മദ്രസയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ പരിശുദ്ധ ദീനിനോട് കളിക്കുന്നത് പോലെയാണോ ഇത്? അല്ല പറയാണ്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്, എന്റെ ഓഹരി കൊണ്ട് പൊരുത്തപ്പെടാത്തവനാണ്, എന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ നിഅമത്തുകൾക്കും അസൂയ വെക്കണ്ട. ഇത് വിശദീകരിക്കാൻ സമയമില്ല. ആർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളുടെ നമ്മൾ അസൂയ വെക്കരുത്. നമുക്കൊരു നിഅമത്ത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുണ്ട്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. സൂറത്തുൽ ഫലഖ് നമ്മൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൊന്നു സഹോദരങ്ങളെ, ചില ആളുകൾ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വെണ്ണീറായി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. കണ്ണ് വലിയ പ്രശ്നമാണ്. സിഹ്ർ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പട്ടിക്കാഷ്ടത്തിലും നായയുടെ കാഷ്ടത്തില് സിഹ്ർ ചെയ്ത് ക്ഷുദ്രം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ ഭീകരമാണ്. അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇരുത്തിയാൽ മതി, തീർന്ന്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെ പോലും കുളിപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാഷാ അല്ലാഹ് എന്ന്.